അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിജിൻ വീജ്. ആമസോൺ പ്രൈം 30 ദിവസത്തെ ഫ്രീ ആയിട്ട് എല്ലാവരും കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഉദ്ദേശിച്ചത് എയർടെൽ ഉപയോഗിക്കുന്ന എല്ലാവരും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. മെസ്സേജ് വന്നിട്ടും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നമ്മളോട് എയർടെലിൻ്റെ ആപ്പിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ എയർടെലിൻ്റെ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ്. എയർടെലിൻ്റെ ആപ്പിലല്ല കാർഡിൻ്റെ ഡീറ്റെയിൽസ്. ആമസോൺ പ്രൈം ഉപയോഗിക്കുമ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ എയർടെലിൻ്റെ ആപ്പ് എടുത്തിട്ട് അതിൽ കയറിയിട്ട് ആക്റ്റീവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഫ്രീ ആയിട്ട് ഫ്രീ ട്രയൽ 30 ദിവസം കിട്ടുന്നത്. അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് വീഡിയോസും ഏത് മൂവീസും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ എയർടെൽ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു ഉപകാരം. അല്ലാണ്ട് ഇതിൽ നേരെ ക്ലിക്ക് ചെയ്തിട്ട് മെസ്സേജ് വന്നതിൽ നേരെ ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളൊരു വീഡിയോയും കൂടി നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ഒപ്പം ഉൾപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ എയർടെലിൻ്റെ ആപ്പ് അങ്ങോട്ട് ഉണക്കുക. അതിൽ സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും എയർടെൽ ആമസോൺ പ്രൈം ക്ലെയിം ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക, സാധനം വരും. അതിനോട് കയറുക, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അവിടെ ആക്റ്റീവ് നൗ കണ്ടില്ലേ, അതിനോട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം നമുക്ക് ഫ്രീ കിട്ടും. എനിക്കിതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വന്നേക്കണേ. വീട്ടിൽ എത്ര എയർടെലിൻ്റെ സിം ഉണ്ടോ അതിലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസം ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാസം ഇങ്ങനെ അതിൻ്റെ വാലിഡിറ്റി കഴിയും. അപ്പോൾ എല്ലാവർക്കും ഒരേ സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാസം അടുത്ത സിം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതെന്ത് ഇങ്ങനെ കാണിക്കണമെന്ന് വെച്ചാൽ ഡാർക്ക് തീം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഫുള്ള് വൈറ്റ് ആയിട്ട് കാണിക്കണത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഓൾറെഡി ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ ഓൾറെഡി ഉള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ അക്കൗണ്ട് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ക്ലെയിം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോണിൽ വീഡിയോസ് കാണാം. അല്ലെങ്കിൽ ടി വിയിലാണ് ഉപയോഗിക്കണമെങ്കിൽ ടി വിയിൽ കാണാം, സിസ്റ്റത്തിലാണ് ഉപയോഗിക്കണമെങ്കിൽ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ കയറിയിട്ട് കാണുക. ഏതിലൊക്കെ ആണെങ്കിൽ അതിൽ കാണുക. അപ്പോൾ ഇത്ര മാത്രമുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നൽകുക.